62 സങ്കീർത്തനം 8 വാക്യം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. 62 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് അനുഭവിച്ച പീഡയിലും പ്രയാസത്തിലും ദൈവം മാത്രമാണ് സങ്കേതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന 12 വാക്യങ്ങളുള്ള ഈ കീർത്തനത്തിൽ താൻ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ പകരുവിൻ. എങ്ങനെയാണ് അത് സാധ്യമാകുക? 3 കൽപ്പനകളാണ് ആ വാക്യത്തിലുള്ളത്. 1, യഹോവയിൽ ആശ്രയിക്കുവിൻ എല്ലാ കാലത്തും. 2, ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. 3, ദൈവം നമ്മുടെ സങ്കേതമാണ്. ഹൃദയം എങ്ങനെയാണ് ദൈവമുമ്പാകെ പകരുന്നത്? യോശുവ ചെയ്തൊരു കാര്യം യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും. 7-ാം അധ്യായത്തിലാണത്. 6-ാം അധ്യായത്തിൽ വലിയൊരു വിജയം വന്നു. 7-ാം അധ്യായത്തിൽ ഹായി പട്ടണം തോറ്റു തുന്നം പാടി. അവർ എല്ലാവരും പരാജയപ്പെട്ടു. അവിടെ യോശുവ നിലത്ത് കിടന്ന് മണ്ണുവാരി തൻ്റെ ദേഹത്തിട്ടിട്ട് തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക എത്രയേ ചെയ്തതെന്ന് വായിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ വേവലാതികൾ, നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് മുമ്പാകെ നെടുമ്പാട് വീണ് കിടന്ന് ദൈവത്തോട് പറയുന്നത്, ദൈവത്തോട് പങ്കുവെക്കുന്നത് ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതിന് തുല്യമാണ്. ഞാനും നിങ്ങളും നമ്മുടെ ഏത് വലിയ പ്രശ്നങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിന് മുമ്പാകെ പകരാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.